ഇന്ന് ഏപ്രിൽ 23 മാർക്കറ്റ് വീണ്ടും സ്ട്രോങ് ആയിട്ട് സെൽ ഓഫ് ചെയ്ത രണ്ടാമത്തെ ദിവസമായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ബുൾസിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. ക്രൂഡ് ഓയിൽ പ്രൈസ് ഏതാണ്ട് $100 എത്തി നിൽക്കുകയാണ്. ഗ്ലോബൽ ടെൻഷൻ ഇപ്പോഴും ഹൈ ആയിട്ട് തന്നെ തുടരുകയാണ്. മാർക്കറ്റ് ഇനി എവിടേക്ക് പോകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ് ഡേറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,173 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 77,664 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 56,305 ക്ലോസ് ചെയ്തു. മാർക്കറ്റ് ബ്രെഡ്ത്ത് കൂടി വീക്ക് ആയിരുന്നു. മെജോറിറ്റി സ്റ്റോക്സ് റെഡ് സോണിൽ തന്നെ ക്ലോസ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. ഓട്ടോ സ്റ്റോക്സ്, PSU ബാങ്ക്സ് ബിഗസ്റ്റ് ലൂസേഴ്സ് ആയിട്ട് മാറുകയും ചെയ്തു. ഫാർമ സെക്ടർ മാത്രം ഔട്ട് പെർഫോം ചെയ്തു. ഫാർമ സെക്ടറിൽ ഒരു ഡിഫൻസീവ് പ്ലേ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ടോപ്പ് 3 സ്റ്റോക്ക് സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ ട്രെൻഡ് Q4 റിസൾട്ട് സ്ട്രോങ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് 26% ഇയർ ഓൺ ഇയർ ഗ്രോത്ത്, അതുപോലെ തന്നെ ബോണസ് ഇഷ്യൂ ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റോക്ക് അതിനനുസരിച്ച് മുകളിലേക്ക് വന്നില്ല. നല്ല രീതിയിൽ ഡിപ്പ് ആകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർസ് OFSS 30% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് കാണിച്ചു. സ്റ്റോക്ക് 8% റാലി ചെയ്തു. സ്ട്രോങ് ഏർണിംഗ്സ് മൊമെന്റം ഉണ്ടായി എന്ന് തന്നെ കരുതാം. അതുപോലെ തന്നെ ജിയോ ഫിനാൻസ് സർവീസ് ഇൻഷുറൻസ് ബിസിനസ്സിലേക്ക് ഒരു എൻട്രി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് സ്ട്രോങ് മൂവ്മെന്റം കാണിക്കുകയും ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, ജിയോ ഫിനാൻസ് സർവീസ്. ലൂസേഴ്സ് നോക്കാം ട്രെൻഡ്, ശ്രീറാം ഫിനാൻസ്, ടെക് മഹീന്ദ്ര. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു ക്രൂഷ്യൽ സോണിലാണുള്ളത്. ഒരു ക്രൂഡ് ഓയിൽ മൂവ്മെന്റ് ഒരു ബിഗസ്റ്റ് പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഒരു ബിഗസ്റ്റ് ട്രിഗർ ആയിട്ട് നിൽക്കുകയാണ്. ഗ്ലോബൽ ന്യൂസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ അപ്ഡേറ്റ്സിൽ നിന്നാണ് മാർക്കറ്റ് ഇത്തരത്തിലുള്ള ഒരു ഡയറക്ഷൻ പ്രെഡിക്ട് ചെയ്യുന്നത്. FII സെല്ലിംഗ് കണ്ടിന്യൂ ആകുമോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടി വരും. നിഫ്റ്റി 24,000 സപ്പോർട്ട് ഹോൾഡ് ചെയ്താൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ആണെങ്കിൽ ഡൗൺ സൈഡ് പ്രഷർ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നാളെ വെള്ളിയാഴ്ച ആണ് എന്നിരിക്കെ നെഗറ്റീവ് സൈഡിലേക്ക് എന്തെങ്കിലും ഒരു തോട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് നാളെ കാണാൻ കഴിയും. മറിച്ചാണ് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ബാക്കി തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ന്യൂസിനായിട്ട് വെയിറ്റ് ചെയ്യാം. നാളത്തെ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.